Hi friends, techandagritips മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു സാനിറ്റൈസർ മെഷീൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. സാനിറ്റൈസർ മെഷീൻ ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ഒരു കേടായി പോയ ഒരു എമർജൻസി ലൈറ്റിലാണ്. ഈ പൈപ്പിൻ്റെ ഭാഗത്ത് കൈ കാണിച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് സാനിറ്റൈസർ വരും. അത് നമ്മൾ ടച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഈ കാലത്ത് അത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. ഇനി മൂന്നാം ഘട്ടവും നാലാം ഘട്ടവും ഒക്കെ വരുമ്പോഴത്തേക്കും ഏതൊരു സാധാരണക്കാരൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ഇത് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള മൊഡ്യൂളുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1K റെസിസ്റ്റർ, TIP 32C ICU, പിന്നെ HW എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സെൻസറാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഒരു വാട്ടർ പമ്പ്, ഒരു ബാറ്ററി നമുക്കിതിനായിട്ട് ആവശ്യമുണ്ട്. ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതും കൂടി നമുക്കൊന്ന് നോക്കാം. സെൻസറിൻ്റെ ഒന്നാമത്തെ ലെഗും ICUവിൻ്റെ ഒന്നാമത്തെ ലെഗും തമ്മിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. അതിനുശേഷം 1K റെസിസ്റ്ററും എടുത്തിട്ട് സെൻസറിൻ്റെ മൂന്നാമത്തെ ലെഗും ICUവിൻ്റെ മൂന്നാമത്തെ ലെഗിലും അത് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ ചെയ്യേണ്ടത് ബാറ്ററി കണക്ഷൻ കൊടുക്കേണ്ടതായിട്ടുള്ള വയറിൻ്റെ സർക്യൂട്ടാണ്. അത് സെൻസറിൻ്റെ സെൻറ്ററിലുള്ള നെഗറ്റീവ് ഭാഗവും പോസിറ്റീവ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു വെള്ള വയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് സെൻസറിൻ്റെ ഒന്നാമത്തെ ലെഗിലും ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സോൾഡറിങ് വർക്ക് പൂർണ്ണമായിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ ഭാഗവും എങ്ങനെയാണ് സോൾഡർ ചെയ്തിട്ടുള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് ക്ലിയർ ആക്കി കാണിച്ചു തരുന്നത്. ഇതിൽ കൺഫ്യൂഷൻ ആകേണ്ട കാര്യമൊന്നുമില്ല. 3 or 4 സോൾഡറിങ്ങിലൂടെ തന്നെ ഇതിൻ്റെ വർക്ക് പൂർത്തിയാക്കാവുന്നതാണ്. ബാറ്ററി കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി വയറ് ഒരല്പം നീട്ടം കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു എക്സ്റ്റൻഷൻ ചെയ്തുകൊണ്ട് വയറ് ഒരല്പം നീട്ടുന്നത്. അത് ബാറ്ററി കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ സെൻസറുകൾ വരുന്നത് എമർജൻസിയുടെ മേൽഭാഗത്തും ബാറ്ററി ഭാഗം താഴെ ഭാഗത്തേക്കുമാണ് വെക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ വയറിന് നീളം കുറവായതുകൊണ്ടാണ് ഞാനിത് 2 വയർ കൂടി കൊടുത്ത് ഇതിന് നീളം കൂട്ടുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണം. ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ് ഞാനിതിൽ ഇടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സാനിറ്റൈസർ ഒഴിക്കാനുള്ള ഒരു ബോട്ടിലും വെള്ളം മുകളിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വാട്ടർ പമ്പും അതുപോലെ തന്നെ ഒരു പൈപ്പ്. പിന്നെ ഈ പഴയ എമർജൻസിയിലാണ് നമ്മളിത് ഫിറ്റാക്കുന്നത്. എന്തൊക്കെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആ പൈപ്പ് വാട്ടർ പമ്പിൽ കണക്ട് ചെയ്തതിന് ശേഷം സാനിറ്റൈസർ ഒഴിച്ച് വെക്കേണ്ട ബോട്ടിലേക്ക് ഇത് ഇടണം. അതിനുശേഷം പൈപ്പും അതിലുള്ള വയറ് കൂടി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിതിൻ്റെ ബോട്ടിലിൻ്റെ നടുവിലായിട്ട് ചെറിയ 2 ഹോളുകൾ ഇട്ടിട്ടുണ്ട്. ആ ഹോളിലൂടെ ആ പൈപ്പും മോട്ടറിൽ നിന്നുള്ള വയറ് കൂടി നമുക്ക് പുറത്തേക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. ബോട്ടിലിൻ്റെ ഉള്ളിൽ ഈ മോട്ടർ വെച്ചതിന് ശേഷം പഴയ എമർജൻസിയുടെ ബാറ്ററി എടുത്ത് മാറ്റിയ ഭാഗത്തേക്കാണ് ഞാൻ ഈ ബോട്ടിൽ കയറ്റി വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ബോട്ടിലിനുള്ളിൽ നിന്ന് വരുന്ന മോട്ടറിൻ്റെ വയറും പുറത്തേക്ക് ഇട്ട് വെക്കേണ്ടതുണ്ട്. ഇതിങ്ങനെ ഇട്ട് വെക്കുന്നത് ആ ഭാഗത്തേക്കാണ് സെൻസർ വരുന്നത്. അതവിടെ നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. എമർജൻസിൻ്റെ ഉള്ളിൽ അത് നമ്മൾ ക്ലിയർ ആയിട്ട് വെച്ചിട്ടുണ്ട്. മോട്ടറിൽ നിന്നുള്ള വയർ കണക്ഷനും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ഒരു ചെറിയ കണക്ഷനും കൂടി നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബോട്ടിലിനുള്ളിൽ വെച്ചിട്ടുള്ള ആ മോട്ടറിൻ്റെ വയറാണ് ഇതിൽ കൊടുക്കുന്നത്. സെൻസറിൻ്റെ നടുഭാഗത്തുള്ള നെഗറ്റീവ് ഭാഗത്ത് അതിൻ്റെ നെഗറ്റീവ് ഭാഗവും അതേപോലെ തന്നെ ആ ICയുടെ
ഭാഗത്ത് ഒരു നേരത്തെ നമ്മൾ ബാക്കി വെച്ച അതിൻ്റെ ഭാഗത്ത് പോസിറ്റീവ് ഭാഗവും സോൾഡർ ചെയ്ത് പിടിപ്പിച്ചാൽ മോട്ടോർ കണക്ഷനും അതിലായി. ഇങ്ങനെയുള്ള പ്രവർത്തനമാണ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യാനുള്ള കാരണം. നമ്മൾ കൈ വെക്കുന്ന സമയത്ത് അത് വർക്ക് ചെയ്യുന്നത് ഈ സെൻസറിലേക്ക് മോട്ടോർ ഫിറ്റ് ചെയ്തതുകൊണ്ടാണ്. ഈ പൈപ്പ് ഒന്ന് സ്ട്രോങ് ആയി നിൽക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളിലൂടെ ഒരു കമ്പി കയറ്റി വെച്ചിട്ടുണ്ട്, ഒരു വണ്ണം കുറഞ്ഞ കമ്പി. അത് ക്ലിയർ ആയിട്ട് താഴേക്ക് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അത് ഈ എമർജൻസിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ക്ലോസ് ചെയ്യാണ് വേണ്ടത്. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഓട്ടോമാറ്റിക് സാനിറ്റൈസർ മെഷീൻ്റെ വർക്ക് കഴിഞ്ഞു. ഇത്തരം ഒരു മെഷീൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പുറത്തൊക്കെ നമ്മൾ പോയി വരുന്ന സമയത്ത് വീട്ടിനുള്ളിൽ കയറാതെ തന്നെ കയ്യിൽ സാനിറ്റൈസർ ചെയ്തിട്ടതിന് ശേഷം അകത്തേക്ക് കയറുക എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ പുറത്ത് ഒരു ആണി അടിച്ച് അതിൽ ഫിറ്റ് ചെയ്ത് വെക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പുറത്തുനിന്ന് വരുന്ന സമയത്ത് അകത്ത് കയറാതെ തന്നെ വീട്ടുകാർ എടുത്തു തരാതെയോ മറ്റു സഹായമോ ഇല്ലാതെ തന്നെ നമുക്ക് കൈ സാനിറ്റൈസർ ചെയ്തതിന് ശേഷം അകത്ത് കയറാം. ഇത് വൃത്തിയായും ക്ലിയറായും ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും ഒരെണ്ണം ചെയ്തിട്ട് വീട്ടിന് പുറത്തോ സിറ്റ് ഔട്ടിലോ ഒക്കെ വെച്ച് നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇതുപോലുള്ള പഴയ കേടായിട്ടുള്ള ഉപകരണങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റിയതാണ്. അപ്പം ഈ ഒരു സംഭവം ഡിസൈൻ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ഈ എമർജൻസി ലൈറ്റ്. അതുകൊണ്ടാണ് ഞാനതിൽ ചെയ്തത്. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഷെയർ ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്തും കൊടുക്കണം. അപ്പം അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടും വരെ ബൈ.